മേഘ തിരിച്ചെത്തിയോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു. സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സത്യം വെളിയിൽ വന്നിരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ മേഘയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ ഇതേ കണക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. മേഘ ഒളിച്ചോടി പോയ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മേഘയുടെ അച്ഛൻ ഇവളെവിടെ പോയെന്ന് അറിയത്തില്ല, നമുക്ക് തേടി കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് താനും ഉണ്ടെങ്കിൽ അദ്ദേഹമൊക്കെ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് അഖിലുമായിട്ടുണ്ടെങ്കിൽ പോകാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ഉണ്ടെങ്കിൽ ബേസ് കണ്ടക്ടറിൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, അഖിലിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, അഖിലുമായിട്ട് ഒത്തുചേരാൻ പറ്റില്ല, വീട്ടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അത് മെയിനായിട്ടുണ്ടെങ്കിൽ അഖിലിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇത് കണക്ക് വീട്ടിൽ നിന്ന് നമുക്ക് മാറി താമസിക്കാമെന്ന്. പക്ഷെ അഖിൽ കേൾക്കത്തില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ താമസിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പോയിക്കോ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അങ്ങനെ താമസിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നായിരുന്നു മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണക്ക് പോണ്ടി വന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ ഉടായ്പ ന്യായങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ വേർപിരിയുള്ളത് നോക്കിയാൽ മതിയായിരുന്നു. അതല്ലാതെ വേറെ ഒരാളെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് പോലും അല്ല. ഇതൊക്കെ ചുമ്മാ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഓരോരോ കാര്യങ്ങൾ മാത്രമാണ്.